ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 11. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത. ഭഗവാൻ പറയുകയാണ്, യജ്ഞരൂപത്തിലുള്ള ധർമാചരണം കൊണ്ട് ദേവന്മാർ പ്രസാദിക്കും. ആ ദേവന്മാർ നിങ്ങളെയും സന്തുഷ്ടരാക്കും. അങ്ങനെ അന്യോന്യം സന്തോഷിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരമമായ ശ്രേയസ്സു നേടുവിൻ. മനുഷ്യന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന പദാർത്ഥങ്ങൾ ഭൗതിക പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നു. വായു, വെള്ളം, അന്തരീക്ഷം തുടങ്ങിയുള്ള ഭൂതങ്ങൾക്ക് ഓരോ അധിഷ്ഠാന ദേവതയെ നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ ചെയ്യുന്ന യജ്ഞങ്ങൾ ദേവതകളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ധർമാനുസൃതമായ കർമ്മങ്ങൾ കൊണ്ട് യജ്ഞപതിയായ ഈശ്വരൻ പ്രസന്നനാകുന്നു. അതോടെ ആ ഈശ്വര ശക്തിക്ക് വശവർത്തികളായ ദേവന്മാരും സന്തുഷ്ടരാകുന്നു. അതിന്റെ ഫലമായി യഥാവസരം മഴയും മഞ്ഞും വേനലുമെല്ലാം ഭൂമിക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് മെച്ചപ്പെട്ട കാർഷിക വിളകൾ മനുഷ്യന് കിട്ടുന്നു. ഐശ്വര്യപൂർണമായ ജനജീവിതം ഈ വിധത്തിൽ സുസാധ്യമാകുന്നു എന്ന് ബ്രഹ്മദേവൻ പ്രജകളോട് പറഞ്ഞു. ദേവന്മാരും മനുഷ്യന്മാരുമായുള്ള പരസ്പരാശ്രയത്വം ഇരു കൂട്ടർക്കും ലാഭകരമാകും. സകല ചരാചരങ്ങളിലും വ്യാപിച്ചു നിൽക്കുന്ന അഖണ്ഡമായ ബോധവസ്തുവിന്റെ സ്ഫുരണം ജഡപദാർത്ഥങ്ങളിൽ പോലും ദൃശ്യമാണ്. സൂര്യചന്ദ്രാദി തേജോ ഗോളങ്ങളെ കൂടിയും പ്രവർത്തിപ്പിക്കുന്നത് ആ ബോധവസ്തുവാണ്. അതിനെ കണ്ടറിയാൻ എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരികയില്ല. ഈ കഴിവില്ലാത്തവർക്ക് ഭിന്ന ദേവതാസങ്കല്പം പരമാത്മപ്രാപ്തിക്ക് സഹായകമാകും. സർവചരാചരാന്തര്യാമിയായ പരമാത്മാവ് ഏത് രൂപത്തിലുള്ള ഭക്തിയും സ്വീകരിക്കുന്നു. അതുകൊണ്ട് ആരാധകന്മാർക്കെല്ലാം അഭീഷ്ടപ്രാപ്തി ഉണ്ടാകുന്നു. ഏത് ദേവനെ സങ്കല്പിച്ചിട്ടായാലും ഏകാഗ്രമാകുന്ന മനസ്സ് ശുദ്ധമായ പരമാത്മാവിന്റെ സാക്ഷാത്കാരത്തിന് സമർത്ഥമാകുന്നു. ഓരോ വ്യക്തിയും പ്രപഞ്ചത്തിലെ വിഭിന്ന ഘടകങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പാരസ്പര്യമില്ലാതെ ഒരണുവിനു പോലും ജീവിക്കുക സാധ്യമല്ല. ഈ പാരസ്പര്യത്തെ അംഗീകരിക്കാൻ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന ചില മനുഷ്യർ വിസമ്മതിക്കുന്നു. സ്വന്തം അസ്തിത്വത്തിന് നിയാമകമായ ഭൗതിക ശക്തികളിൽ ദേവത്വം ആരോപിച്ച് ആരാധിക്കുന്നത് വെറും കൃതജ്ഞതാ പ്രകടനം മാത്രമാണ്. നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കി ഒന്നിൽ തന്നെ നിലനിർത്തി ആ ഈശ്വരനെ ആരാധിക്കുക. ഏത് ദേവനെ ആരാധിച്ചാലും അത് ഭഗവാൻ മാധവനിൽ